നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അപകട സാധ്യതയുള്ളതുമായ അർബുദങ്ങളിലൊന്നാണ് ഗർഭാശയമുഖ ക്യാൻസർ. ഗർഭാശയമുഖ അർബുദം അഥവാ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം ഉള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഒബ്സ്ട്രക്റ്റിക് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് വിഭാഗം പ്രൊഫസറും HODയുമായ ഡോക്ടർ സൂസൻ മാത്യു ആണ്. ഡോക്ടർ സ്വാഗതം. സംശയ നിവാരണത്തിനായി പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ വളരെ അപകടമുണ്ടാക്കുന്നതാണ് ഗർഭാശയമുഖ അർബുദമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഗർഭാശയമുഖ അർബുദം എങ്ങനെ തടയാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം? സ്ത്രീകളിൽ ഇപ്പോൾ ഏറ്റവും അധികം കാണുന്ന ഒരു ക്യാൻസർ ആണ് ഗർഭാശയമുഖ. ഏറ്റവും കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അത് കഴിഞ്ഞാൽ ഗർഭാശയമുഖ ക്യാൻസർ ആണ്. ഈ ഗർഭാശയമുഖ ക്യാൻസറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ കെയർഫുൾ ആണെങ്കിൽ, നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കാനും നമ്മുടെ ജീവിതശൈലിക്ക് ഒന്നും ഒരു മാറ്റം വരുത്താതെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവുന്നതുമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഭാഗം. അത് കാരണം ഇത് വളരെ കുറച്ച് ലേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭാരമുണ്ട്. ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ആവശ്യമുണ്ട്. അതാണ് ഇന്ന് ഈ ക്ലാസ് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളിൽ ഗർഭാശയത്തിന്റെ മുഖഭാഗം, അതായത് സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം, നമുക്ക് ഡോക്ടേഴ്സിന് അത് കാണാൻ പറ്റുന്നതാണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗൈനക്കോളജിക്കൽ ചെക്കപ്പ് നടത്താണ്. പിന്നെ വേറെ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ കാരണം ഒരു 75% ഗർഭാശയമുഖ ക്യാൻസറിന്റെയും കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസാണ്. നമുക്കറിയാം, പലതരം വൈറസുകളെ പറ്റി നമുക്കറിയാം. ഈയിടെ കോവിഡ് വൈറസ് ഒക്കെ നമ്മൾ കേട്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു വൈറസ് ആണിത്. ഈ വൈറസ് നമ്മളുടെ ശരീരത്തിൽ എങ്ങനെ പ്രവേശിക്കുന്നു? ഈ വൈറസ് നമ്മളുടെ ശരീരത്തിൽ എല്ലാവർക്കും ഇൻഫെക്ഷൻ ഉണ്ടാക്കുമോ? അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ സിംറ്റംസ്, അല്ലെ അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? അപ്പൊ ഇത്രയും നമുക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്ന ഒരു ക്യാൻസർ ആയതുകൊണ്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2030 കൊണ്ട് ലോകത്തിൽ നിന്നും ഗർഭാശയമുഖ ക്യാൻസർ ഇല്ലാതാക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ട് അതിനുവേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് പല തരത്തിലുള്ളതുണ്ട്. എല്ലാ വൈറസും 120 തരത്തോളം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ട്. എല്ലാം ഗർഭാശയമുഖ ക്യാൻസർ ആകുന്നില്ല. അതിനകത്തോട്ട് 6 എണ്ണമേ ഉള്ളൂ ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതേസമയം അതിനകത്ത് പലതും നമുക്ക് അരിമ്പാറ, നമ്മൾ വാർട്ട് ഉണ്ടാക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ട്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മാത്രമല്ല ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കുന്നത്. നമ്മള് ടുബാക്കോ സ്മോക്കിംഗ്, സിഗരറ്റ് വലിക്കുന്നത്, അല്ലെ പുകവലി ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഡെഫിഷ്യൻസി, ചില വൈറ്റമിൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി ഒരു കാരണമാണ്. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. പിന്നെ ഈ വൈറസ് കൊണ്ടല്ലാത്ത ക്യാൻസറും ഉണ്ട്. ഗർഭാശയമുഖത്ത് വൈറസ് കൊണ്ടല്ലാത്തതും ഉണ്ട്. എന്നാൽ ഒരു 75% ഈ വൈറസിന്റെ കാരണം കൊണ്ടാണ്. ഈ വൈറസ് എങ്ങനെയാണ് നമ്മുടെ ദേഹത്ത് പ്രവേശിക്കുന്നത്? അത് ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഒരു സ്ത്രീ ശരീരത്തിലേക്ക് അത് പ്രവേശിക്കുന്നത്. കാരണം ഈ വൈറസ് പുരുഷന്റെ ശരീരത്തിൽ ഉള്ള ഒരു വൈറസാണ്. അപ്പൊ എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് വരുന്നില്ല? അത് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പ്രത്യേകതയും അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ അനുസരിച്ച് ഇരിക്കും. എന്നാലും അപ്പോൾ ഈ വിവാഹിതരായിട്ടുള്ള ആൾക്കാർക്ക് വർഷം തോറും ഒരു ഗൈനക്കോളജിക്കൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ചെക്കപ്പ് ആവശ്യമാണ്. അതിന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പൊ 100 പേരെ നമ്മൾ എടുത്തു, 100 പേർക്കും ഈ വൈറസ് ദേഹത്തോട്ട് പോയ എല്ലാവർക്കും ഒന്നും ഇത് ഇൻഫെക്ഷൻ ആയിട്ട് വരണമെന്നില്ല. നമ്മുടെ ദേഹത്ത് തന്നെ ഇതിന് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോ ഒരു 15% അല്ലെ 30% ആൾക്കാരുടെ മേത്തോട്ട് വൈറസ് കയറിയാലും നമ്മുടെ ദേഹം അതിനെ പ്രതിരോധിക്കുന്നുണ്ട്.
വളരെ കുറച്ചു പേർക്ക് നമ്മുടെ ശരീരത്തിൽ ആ പ്രതിരോധ ശേഷിയുടെ കുറവോ ശരീരത്തിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടോ ഈ വൈറസ് നമ്മുടെ കോശങ്ങൾക്കകത്ത് പ്രവേശിക്കും. ഈ കോശങ്ങൾക്ക് ഒരു 30% പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം ആ കോശങ്ങൾ ഇതിനെ പുറന്തള്ളാന്, നമ്മളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നല്ലതാണ്, ഇതിനെ പുറന്തള്ളും. അല്ല, ഇത് പുറന്തള്ളുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് വ്യതിയാനങ്ങൾ വരുത്താൻ തുടങ്ങും. അപ്പൊ അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസിയ എന്ന് പറയുന്നത്. ഈ ഗർഭാശയ മുഖത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ്. അപ്പൊ ഈ ഇൻഫെക്ഷൻ ഉള്ളപ്പോ നമ്മൾ എങ്ങനെ ഇത് അറിയുന്നത്? ചിലപ്പോൾ നമുക്കൊരു ഡിസ്ചാർജ്, ഉള്ളിൽ നിന്നൊരു ദ്രവം ഉണ്ടാവാം, അതിന് രക്തമയം കാണാം. ഇത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം രക്തമയം കലർന്ന അഴുക്കൾ പ്രത്യേകിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകാം. ചില സമയത്ത് അതിന് ദുർഗന്ധം കാണാം. ചൊറിച്ചിൽ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഉണ്ടാവാറില്ല, പക്ഷെ അതിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് കൂടെ വേറെ ഉണ്ടെങ്കിൽ, വേറെ ബാക്ടീരിയകളുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ നമ്മളത് കാണണം. കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പൊ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്? നമ്മള് ഡിസ്ചാർജ് കൂടുതലെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും സാധാരണ എല്ലാ സ്ത്രീകൾക്കും ഒരു 15 വയസ്സിന് ശേഷം എല്ലാവർക്കും കുറച്ച് വജൈനൽ ഡിസ്ചാർജ് വരുന്നതാണ്, എല്ലാവർക്കും. അത് എല്ലാ ദിവസവും ഇല്ല. അത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ, മാസമുറയുടെ ആ സൈക്കിൾ അനുസരിച്ചിട്ടാണ്. മാസമുറയ്ക്ക് തൊട്ട് മുമ്പായിട്ട് അണ്ടോൽപാദനത്തിന്റെ സമയത്ത് ഒക്കെയാണ് ഈ കുറച്ച് ഡിസ്ചാർജ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. അതല്ലാതെ ദിവസവും അടിവസ്ത്രം നനഞ്ഞിരിക്കുന്നത് പോലെയും നമുക്ക് അതിനകത്ത് കളർ വ്യത്യാസം, മറ്റൊരു വാട്ടറി ഡിസ്ചാർജ് ആയിരിക്കും. അതല്ല, അതിനൊരു നിറവ്യത്യാസം ഉണ്ട്, വെള്ളം പോലെയല്ല, കുറച്ച് ചെറിയൊരു മഞ്ഞ നിറമുണ്ട്, അല്ല ചെറിയൊരു തൈരിന്റെ പോലെ കുറച്ച് ഡിസ്ചാർജ് കാണുന്നുണ്ട്, ചൊറിച്ചിലുണ്ട്, രക്തമയമുണ്ട്, ഇങ്ങനെയൊക്കെ ദുർഗന്ധമുണ്ട്. ഇങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിരിക്കണം. കാരണം ഇതിന് ഈ ക്യാൻസറിന്റെ മാത്രമല്ല മറ്റു പല അസുഖങ്ങൾക്കും മുൻപേ ഇങ്ങനത്തെ സിംറ്റംസ് നമുക്ക് വരും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. ഡോക്ടർ, അതുപോലെ തന്നെ ഏത് പ്രായം മുതലാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണിച്ചു തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് ഏത് മാസം മുതലായിരിക്കും, ഏത് പ്രായം മുതലായിരിക്കും? ആർത്തവാരംഭം കഴിഞ്ഞതിന് ശേഷം എല്ലാ കുട്ടികളിലും, അതിനു മുമ്പും കുഞ്ഞുങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജ് വരാം. അത് എപ്പോഴും തന്നെ ഇൻഫെക്ഷൻ കൊണ്ടാണ്. അതൊരിക്കലും പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ആയിരിക്കത്തില്ല. കാരണം 10-13 വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഒരു സാധ്യത കുറവുണ്ട്. പിന്നെ ദുരുപയോഗപ്പെടുത്തുന്ന കുഞ്ഞുങ്ങൾ അത് വേറെ ഒരു ഭാഗം. എപ്പോഴാണെങ്കിലും അബ്നോർമൽ ഡിസ്ചാർജ് ആരുടെ ആണെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വൈദ്യസഹായം തേടുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാര്യം ഇഷ്ടം പോലെ നമുക്ക് ഡോക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, ഇവിടെ മെഡിക്കൽ സർവീസ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ 100 പേരെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്കേ കുഴപ്പം കാണത്തുള്ളൂ, പക്ഷെ ആ ഒരു കുഴപ്പം നമ്മൾക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ആർത്തവാരംഭത്തിന് ശേഷം ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഗർഭാശയമുഖ ക്യാൻസറിന് അപകട സാധ്യതകൾ കൂടുതലാണോ? എന്തെല്ലാം സങ്കീർണതകൾ നേരിടേണ്ടി വരും ഇത്തരം ഒരു അസുഖമുള്ള ഒരാൾ? ഗർഭാശയമുഖ ക്യാൻസർ എന്ന് നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുന്നതിനെക്കാട്ടിൽ മുമ്പേ നമ്മൾ അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. കാര്യം ക്യാൻസർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അപകട സാധ്യതയുണ്ട്. കാര്യം ഗർഭാശയത്തിന്റെ മുമ്പിലിരിക്കുന്നത് യൂറിനറി ബ്ലാഡർ ആണ്, പുറകിൽ നമുക്ക് റെക്റ്റമുണ്ട്, അപ്പം ഈ പിന്നെ താഴോട്ട് വജൈന. അപ്പൊ ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കുറച്ച് പുരോഗമിച്ചതിന് ശേഷമാണ് ഇത് കാണുന്നതെങ്കിൽ ഇത് ഈ ബ്ലാഡറിലോട്ടും റെക്റ്റത്തിലോട്ടും വജൈനയിലോട്ടും ഒക്കെ സ്പ്രെഡ് ചെയ്യും. നമ്മുടെ ഗർഭാശയ മുഖത്തിന്റെ സൈഡിലായിട്ടാണ് ബ്ലാഡറിലോട്ട് വരുന്ന യൂറേറ്റർ ഇരിക്കുന്നത്. ഇവിടെയെല്ലാം അത് പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ക്വാളിറ്റി അഫക്റ്റഡ് ആവും നമ്മൾ എത്ര ട്രീറ്റ് ചെയ്താലും. അപ്പൊ അത് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? നമുക്കൊരു 75% അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ, ഒരു വലിയ കാര്യമല്ലേ. അപ്പം നമ്മൾ ഈ വർഷം തോറുമുള്ള ഒരു പാപ്സ്മിയർ എന്ന് പറഞ്ഞൊരു ചെക്കപ്പ് ഉണ്ട് നമുക്ക്. പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഖത്ത് നിന്ന് നമ്മളെ വിട്ടു നിൽക്കുന്ന കോശങ്ങൾ ഒപിയിൽ വെച്ച് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് അത് പരിശോധിക്കുകയാണ്. അതിനകത്ത് ചെറിയ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ചേഞ്ചസിനെ നമ്മൾ ഫോളോ ചെയ്യണം. അതല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയണമെങ്കിൽ HPV വൈറസിനെ നമുക്ക് അതിന്റെ സാന്നിധ്യമുണ്ടോ എന്നറിയാനായിട്ട് ടെസ്റ്റിംഗ് ഉണ്ട്. അതിപ്പം കേരളത്തില് മിക്കയിടത്തും അവൈലബിൾ ആണ്. HPV വൈറസിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റുകൾ ആണ് ബെസ്റ്റ്. അതില്ലെങ്കിൽ നമുക്ക് പാപ്സ്മിയർ ചെയ്യാം. പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞു, ഗർഭാശയ മുഖത്ത് നിന്ന്
വിട്ടു നിൽക്കുന്ന കോശങ്ങളെ നമ്മൾ എടുത്ത് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കളർ കൊടുത്ത് നോക്കുകയാണ്. അപ്പൊ അതിനകത്തുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ ഓരോ ഡിഗ്രി ഉണ്ട്. നമ്മളിങ്ങനെ മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ, നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഗ്രൂപ്പ് ചെയ്യും നമ്മൾ. എന്നിട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ളതിന് നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തു നമ്മൾ നോക്കുന്നു. അതിന് മുകളിലോട്ടുള്ളതാണെങ്കിൽ നമ്മൾ ബയോപ്സി എടുത്ത് നോക്കുന്നു. കോൾപോസ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്, വളരെ നേർപ്പിച്ച അസറ്റിക് ആസിഡ് 2 to 5% അസറ്റിക് ആസിഡ് അപ്ലൈ ചെയ്ത് അതിലോട്ട് നമ്മൾ ഗർഭാശയമുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ക്യാൻസറസ് അല്ലെങ്കിൽ ഇങ്ങനെ അബ്നോർമൽ സെല്ലുകളുണ്ടോ, കോശങ്ങളുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. അവിടെ നമ്മൾ ബയോപ്സി എടുത്ത് നമ്മൾ പരിശോധനയ്ക്ക് അയക്കാറുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം അതെ പറഞ്ഞു ഡോക്ടർ. അതുപോലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ രോഗം ഗർഭധാരണത്തെ ബാധിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും പ്രേക്ഷകരുടെ ഉള്ളിലുള്ള ഒരു സംശയമാവും. ഗർഭധാരണത്തെ സാധാരണ ഇത് കണ്ടുവരുന്നത് ഒരു 30-35 വയസ്സിന് ശേഷമൊക്കെയാണ്. എന്ന് പറഞ്ഞാലും ഇതിന്റെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഇത് നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കാണുന്നെങ്കിൽ നമ്മൾ യൂട്രസ് എടുത്ത് കളയുക എന്നുള്ളതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ തീർച്ചയായിട്ടും ഗർഭധാരണത്തെ ബാധിക്കും. അതല്ല, അതിന്റെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ അതിനൊരു കോൺ ബയോപ്സി എടുക്കുവാണെങ്കിലും അത് ഗർഭധാരണത്തെ ബാധിക്കും. ഗർഭിണികളിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നോർമലായിട്ട് പ്രസവിക്കാൻ സമ്മതിക്കാൻ ഒക്കത്തില്ല, അവരെ സിസേറിയൻ ചെയ്തെടുക്കാനൊക്കെ ഉള്ളൂ. കാര്യം ഈ ക്യാൻസർ സ്പ്രെഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാൻസർ എല്ലായിടത്തോടും സ്പ്രെഡ് ചെയ്യാം. മറ്റു ക്യാൻസർ പോലെ തന്നെ പ്രത്യേകിച്ചും യൂറിനറി ബ്ലാഡർ, മൂത്രാശയമാണ് തൊട്ടു മുമ്പ് ഇരിക്കുന്നത്, അവിടെ സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ എങ്ങനെ ഇത് ചികിത്സിച്ച് ഭേദമാക്കാം, അതിനുള്ള മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് ചുരുക്കി പറയാമോ? ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത് അതിന്റെ ഏർലി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇതിലുണ്ട്. ഞാൻ പറഞ്ഞ കോൺ ബയോപ്സി ഒരു ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ഗർഭാശയ മുഖം മാത്രം എടുത്ത് കളയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് കളയും. ഇതൊക്കെ ഏർലി ഡിസീസിൽ മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ. ഇത് നമ്മളതിനെ ക്ലാസിഫൈ ഗ്രൂപ്പ് ചെയ്ത് സ്റ്റേജ് 2A എന്ന് നമ്മൾ പറയും. അതുവരെ നമുക്ക് ഓപ്പറേഷനുകളുണ്ടൊക്കെ ഇതിനെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ളിടത്ത് പിന്നെ റേഡിയേഷൻ ആണ് ട്രീറ്റ്മെന്റ്. ആ റേഡിയേഷൻ നമുക്കറിയാം, റേഡിയേഷൻ കൊടുക്കുമ്പം അവിടുത്തെ ആരോഗ്യം, നമ്മുടെ ഗർഭാശയ മുഖത്തിന് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ചുറ്റുമുള്ള ഭാഗത്തെയൊക്കെ അത് അഫക്റ്റ് ചെയ്യാം. മൂത്രസഞ്ചിയെ അഫക്റ്റ് ചെയ്യാം, മോഷൻ, മലം പോകുന്നിടത്ത് ഒക്കെ ഇതിനെ ബാധിക്കാൻ പറ്റും. അവിടെ എല്ലാം കുറച്ച് ഫൈബ്രോസിസ് എല്ലാം ചുരുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഇതുണ്ട്. ലൈംഗിക ബന്ധത്തെ അത് എഫക്റ്റ് ചെയ്യാം. ഇതെല്ലാം ഉണ്ട്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. സമയപരിമിതി മൂലം ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അതുപോലെ തന്നെ അപകട സാധ്യതയുള്ളതുമായ അർബുദങ്ങളിലൊന്നായ ഗർഭാശയമുഖ ക്യാൻസറിനെ കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നാളെ ഇതുപോലെ മറ്റൊരു വിഷയവുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഹലോ ഡോക്ടർ എത്തുന്നതായിരിക്കും. നമസ്കാരം.